ഇന്ന് നമ്മൾ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ എങ്ങനെ മാവ് അരയ്ക്കുക, നല്ല ക്രിസ്പി ദോശ കിട്ടാൻ എങ്ങനെ മാവ് അരക്കേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വീഡിയോ തന്നെയാണിത്. അപ്പോൾ അതിൽ ഞാൻ മാവ് ഇങ്ങനെ പൊന്തി വരാനുള്ള ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. അരി വെള്ളത്തിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ഇനി അടിപൊളി ഇഡ്ഡലി ആയാലും ദോശ ആയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കേണ്ടതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് അതിന് വേറൊരാൾക്കും ചെയ്ത് നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയൊന്നും ഒഴിക്കാതെയാണ് ദോശ ഇടുന്നത്. ഇതിൽ കുറച്ച് നെയ്യ് പരത്തിയിട്ട് പറഞ്ഞാൽ നെയ്യ് റോസ്റ്റുമായി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ അരി കഴുകണതും വാട്ടണതൊന്നും വെള്ളത്തിലിടണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ 4 കപ്പ് പച്ചരി, റേഷൻ പച്ചരിയാണ്. അതെടുത്ത് 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. നമ്മൾ ഈ വെള്ളം കൊണ്ടൊക്കെയാണ് അരക്കണത്. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം, കുടിക്കണ വെള്ളം തന്നെ ഒഴിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് അതേ കപ്പിന് തന്നെ 1 കപ്പ് ഉഴുന്നെടുക്കുക. ഞാനിത് മുഴുവനായിട്ടുള്ള ഉഴുന്നായ കാരണം കൊണ്ടാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ രണ്ടായി പൊളിഞ്ഞിട്ട് ചെറിയ ഉഴുന്നൊക്കെ കിട്ടും. അപ്പോൾ അതൊരു 1.5 ഗ്ലാസ് ഇട്ടോളൂ കേട്ടോ. പിന്നെ അത് 3-4 മണിക്കൂർ ഞാൻ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അരി ഉഴുന്നെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അരക്കണതിൻ്റെ ആ സമയമാകുമ്പോഴേക്കും നല്ല പോലെ തന്നെ തണുത്ത് കിട്ടും. മിക്സി ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരി ഉഴുന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ അരക്കണ സമയത്ത് എടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഉഴുന്ന് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരക്കണ വലിയ ജാറാണ്. അപ്പോൾ അതിൽ ഫുള്ള് ഉഴുന്നും ഞാൻ ഇട്ടിട്ട് ഉഴുന്നിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പൾസ് ചെയ്തിട്ട് ഉഴുന്നൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് പറഞ്ഞാൽ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും. ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ ഉഴുന്ന് അരഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ അപ്പോൾ ഉഴുന്ന് പൊന്തി വന്ന് പറഞ്ഞാൽ ഉഴുന്ന് അരഞ്ഞു എന്നാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞു എന്നാണ്. ഇതെൻ്റെ വല്യമ്മ ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ. ഉഴുന്ന് അരക്കുമ്പോൾ അതൊക്കെ കല്ലിലൊക്കെ അല്ല അന്ന് അരക്കുക. അപ്പോൾ ഉഴുന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ഇട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ പൊന്തി വന്ന കല്ലുമ്മന്ന് ഉഴുന്ന് വാരിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമായിട്ട് ആയിട്ടുമില്ല. ഇതേപോലെ തന്നെ വന്നിട്ട് ഉഴുന്ന് അരക്കുമ്പോൾ നല്ലപോലെ പൊന്തി, നമ്മളിപ്പോൾ ഇട്ട ഉഴുന്നിനെക്കാട്ടി ഡബിൾ സൈസായിട്ട് ഉഴുന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ പൊന്തി വരികയില്ല. ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മിക്സി ചൂടാകാതെ അരച്ചത് കൊണ്ടാണ്. അതൊക്കെ ഒരു ടിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിത് അരി അരക്കുന്നുണ്ട്. അരി 2 പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത്. നമ്മൾ ഉഴുന്ന് കുതിർത്തിയ വെള്ളം കൊണ്ടാണ് ആദ്യം അരക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അരി കുതിർത്തിയ വെള്ളം കൊണ്ട് അരച്ചെടുക്കുക. ഈ വെള്ളം നല്ല തണുപ്പുണ്ടാവും. ഈ കാരണം കൊണ്ട് നമ്മുടെ മിക്സി ചൂടാകില്ല. നമ്മുടെ അപ്പോൾ ഉഴുന്നും അരിയൊന്നും ചൂടാകാതെ നല്ലപോലെ അരഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഞാനിത് ആദ്യത്തെ ബാച്ച് അരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള അരി മുഴുവനായിട്ട് ഇട്ടിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. പച്ചരി മാത്രമായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. പുഴുങ്ങല്ലരി ആകുമ്പോൾ മിക്സിയിൽ അത്ര വല്ലാണ്ട് പറ്റില്ല കേട്ടോ. പുഴുങ്ങല്ലരി ആകുമ്പോൾ ഒരുപാട് നേരം കുതിർത്തും വേണം. അതിനുശേഷം ബാക്കിയുള്ള അരി ഇട്ടതിന് ശേഷം 1 പിടി ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചോറിന് പകരം നിങ്ങൾക്ക് കുറച്ച് അവിൽ വേണമെങ്കിലും ഇടാം കേട്ടോ. വെള്ള അവില. ഇതിപ്പോൾ ഞാൻ എടുത്തേക്ക് മട്ടേൻ്റെ ചോറാണ്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കൈയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നല്ലപോലെ മാവ് മിക്സാക്കി കൊടുക്കുക. നമ്മൾ അടിച്ചിട്ട് തന്നെ മിക്സാക്കുക. ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മാവിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ എയർ കിടക്കും. അപ്പോൾ ഈ മാവ് പൊന്തി വരാൻ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ അരി ഉഴുന്നും 2 മണിക്കൂർ കഴിഞ്ഞതിന് നല്ലപോലെ കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞില്ലേ. അഥവാ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ല, നിങ്ങൾക്ക് മറന്നു എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചാലും മതി കേട്ടോ. മാവ് നല്ലപോലെ ഫ്ലഫി ആയിട്ട് വരും. നമ്മുടെ മിക്സി ചൂടാകരുത്, അത്ര മാത്രമേ ഉള്ളൂ. അരി ഉഴുന്നും വെക്കണമെന്നൊന്നുമില്ല. മിക്സി ചൂടാകാതെ ഇരിക്കാൻ വേണ്ടി ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചു കൊടുത്താലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ വേണം നമ്മുടെ മാവ് മിക്സാക്കി കഴിഞ്ഞാലുള്ള ലൂസ്. ഇനി ഇത് രാവിലെ ആകുമ്പോഴേക്കും ഇത് നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപാട് വെള്ളം പോലെയല്ല, ഒരുപാട് കട്ടി പോലെ അല്ലാണ്ടിരിക്കണം.
മാവ് ഒരുപാട് കട്ടിയായി പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി നല്ല കല്ല് പോലെ ഉണ്ടാവും. അതിനുശേഷം അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. രാത്രി തന്നെ ഞാൻ ഉപ്പിട്ട് വയ്ക്കും. എൻ്റെ മാവ് പുളിക്കലൊന്നുമില്ല കേട്ടോ. എത്ര ദിവസം വെച്ചാലും പുളിക്കൊന്നുമില്ല. ഇനി അത് രാത്രി അവിടെ അടച്ച് വെച്ചിട്ട് ഇനി രാവിലെയാണ് തുറക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും ഇത് നല്ല ഫ്ലഫി ആയിട്ട് ആ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് കുറച്ച് നേരം കൂടി വെച്ചിരിക്കുകയാണെങ്കിൽ പുറത്ത് പോകും. അത്ര നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് മിക്സ് ആക്കിയത് കൊണ്ടാണ് കേട്ടോ ഇത്ര വല്ലാണ്ട് പൊന്തി വന്നിരിക്കുന്നത്. മാവ് കണ്ടോ, സോപ്പ് പത പോലെ തന്നെ ഉണ്ട് കണ്ടോ. അപ്പോൾ അതഞ്ഞ് ഇങ്ങോട്ട് പൊന്തി വന്നിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മാവ് ഇപ്പോൾ പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലാക്കിയിട്ട് ഓരോരോ ബോക്സ് ഓരോ ദിവസം എടുക്കാനുള്ള മാവ് ഓരോരോ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇരിക്കും. ഈ മാവ് കഴിയുന്ന വരെ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഇഡ്ഡലി ആയാലും ദോശ ആയാലും ചുട്ടെടുക്കുക. നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു തരി പോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനാക്കിയിട്ട് അരക്കാതെ ഒരു ചെറിയൊരു തരി പോലെ അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് തരി പാടില്ല, ചെറിയൊരു തരി. തൊട്ട് നോക്കുമ്പോൾ തരി ഉണ്ട് തോന്നും വേണം, മാവ് കാണുമ്പോൾ തരി ഉണ്ട് എന്ന് അറിയാനും പാടില്ല. അങ്ങനത്തെ ഒരു ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനത് ഇഡ്ഡലി ചൂടാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ചൂടാൻ വേണ്ടി പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളയ്ക്കണം. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, മാവ് കാണുമ്പോൾ തന്നെ അറിയില്ല എത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഇഡ്ഡലിന്ന്. ഇപ്പോൾ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ചിട്ട് ഞാൻ അതും വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വരണം നമുക്ക്. ചൂടായി വന്നതിന് ശേഷം മാത്രം മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ചിട്ട് ഇതേപോലത്തെ ഇത് 3 തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. ഇതിൽ ഇഡ്ഡലിൻ്റെ തട്ട് ഒരുപാട് കുഴിയില്ല, മാവ് ഇങ്ങോട്ട് പൊന്തി വരുള്ളൂ. ഒരുപാട് നിറച്ച് ഒഴിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വരുള്ളൂ. ഇഡ്ഡലി നല്ല ഗുണ്ടുമണി പോലെ ആവില്ല കേട്ടോ, പരന്ന പോലെ തന്നെ ഉണ്ടാകുക. എന്നിട്ട് മാവൊക്കെ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് വേവിക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലതാണ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയില്ല, ഇഡ്ഡലി മട്ടേരിൻ്റെ ചോറ് ചേർത്തിട്ടാണ് കേട്ടോ ഇഡ്ഡലിക്ക് ഒരു കളർ വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതേ മാവ് കൊണ്ട് തന്നെ ദോശയും ചുട്ടെടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്ത് പറഞ്ഞാൽ നെയ് റോസ്റ്റായി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും കണ്ടു. ഓക്കെ, ബൈ, താങ്ക് യു.